ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച നല്ല എരിവുള്ള മീൻകറിയാണ് കേട്ടോ. നല്ല നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന മീൻകറി. അതിന് വേണ്ടിയിട്ട് 1 കിലോ കേദാർ ഫിഷും, പിന്നെ അതിലേക്ക് ഇടാൻ ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, വെളിച്ചെണ്ണ, ഉലുവ, പിന്നെ കുടംപുളി ആണെങ്കിൽ ഞങ്ങൾ തോട്ടുപുളി എന്ന് പറയും കേട്ടോ. ഈ തോട്ടുപുളി ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ, കുതിർത്ത് വെച്ചത്. നമുക്കിനി ഇതിനകത്തേക്ക് വേണ്ട മസാലയാണെങ്കിൽ ഈ ഒരു പാത്രത്തിലേക്ക് ഉണ്ടാക്കാം. ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ നമ്മളിനി ഇതിന് വേണ്ട മസാല ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലിയാണ്. അതേക്ക് ഞാൻ ഒരു 3 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമ്മുടെ സാധാരണ മുളക് പൊടി, എരിവിനുള്ള സാധാരണ മുളക് പൊടി 2 സ്പൂൺ. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് കുഴച്ച് വെക്കാം. കുഴച്ച് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് കുഴച്ച് വെക്കാം കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. നമ്മൾ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആ കറി ഒരു ദിവസത്തിൽ കൂടുതൽ ഇരിക്കില്ല, വളിക്കും. അതുകൊണ്ട് ഞാനിതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉലുവ ഇടാം. ഉലുവ മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊടിയായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഇടാം. അതിനകത്തേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ഇടാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ആ മസാല ചേർക്കാം.
നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന മസാലകൾ ചേർക്കാം കേട്ടോ. മസാല നന്നായിട്ട് ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ വെച്ചിരിക്കുന്ന കുടംപുളിയും വെള്ളവും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് 2 സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് അതിനകത്തേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം ഇത് അടച്ച് വെക്കാം. തിളച്ച് വന്നതിന് ശേഷം മാത്രം മീൻ പെറുക്കിയിടാം. നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് മീൻ പെറുക്കിയിടാം. 1 കിലോ കെദാ ഫിഷാണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ട്യൂണയുടെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഫിഷാണ് കേട്ടോ. അതാണ് നമ്മൾ വാങ്ങിച്ചത്. അത് നമ്മൾ ഇതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം പെറുക്കിയിട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. കുറച്ച് സമയത്തിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ കറിയാണെങ്കിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറിക്കാണെങ്കിൽ ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് നോക്കാം. ഇത് അനക്കാതെ പതിയെ അതിൻ്റെ മേളിൽ നിന്ന് കുറച്ച് ചാറെടുത്തിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണ് കേട്ടോ. അത് ഒരുപാടൊന്നും ചേർക്കാൻ പാടില്ല. ഒരു പിഞ്ച് ഉലുവാപ്പൊടി മാത്രം അതിൻ്റെ മേളിലൂടെ ഇങ്ങനെ തൂവി കൊടുക്കുക. ഒരുപാട് ഉലുവാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കറി കയ്ക്കും. അപ്പം ഒരു പിഞ്ച് മാത്രം അതിനുവേണ്ടി യൂസ് ചെയ്താൽ മതി. അതിനുശേഷം കറി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ.
ഒന്ന് ആറിയതിന് ശേഷം നമുക്കിത് പയ്യെ ഒന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് കട്ട പിടിച്ചിരിപ്പുണ്ട്. നമുക്ക് ചാറ് ഇച്ചിരി കുറച്ച് ഏറെ വേണം. അപ്പം അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് കറി വെച്ചിരിക്കുന്നത്. ചാറ് വേണ്ടവർക്ക് വെള്ളം ചേർക്കാം, അല്ലാത്തവർക്ക് കുറുകി തന്നെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ കറി ഇത്രയും നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ അത് ഇന്ന് കഴിക്കാനുള്ളതല്ല. ഇന്ന് കഴിച്ചാൽ അതിന് അത്രയും സ്വാദുണ്ടാവില്ല. ഇത് നാളെ എടുത്ത് കഴിക്കണം. അപ്പോഴാണ് നല്ല എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല സ്വാദിൽ നമുക്ക് കിട്ടുക. നമ്മുടെ മീൻകറി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസോ ഒരുപാട് സമയമോ ഒന്നും തന്നെയും വേണ്ട. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യണം, പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.